നമ്മുടെ പ്രിയങ്കരനായ കരീം ബാക്കവി ഉസ്താദ് എന്ന പ്രിയപ്പെട്ട പണ്ഡിതൻ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലോ. പാലയോട് എന്ന അഞ്ചരക്കണ്ടിക്കടുത്തുള്ള പാലയോട് എന്ന പ്രദേശത്ത് 25 വർഷത്തിലധികമായി സേവനം ചെയ്ത അബ്ദുൽ കരീം ബാക്കവി എന്ന പ്രിയപ്പെട്ട പണ്ഡിതന് മഹാനായ ശൈഖുനാ മുണ്ടിയാട് മൗലാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. എന്റെ വന്യരായ ശൈഖുനാ നാലാങ്കേരി ഉസ്താദ് എന്ന എന്റെ ഗുരുവര്യരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ട പണ്ഡിതനായിരുന്നു കരീം ബാക്കവി ഉസ്താദ്. ഏത് പ്രയാസഘട്ടങ്ങളിലും ഞങ്ങൾക്ക് താങ്ങും തണലുമായി കൂടി നടന്നിരുന്ന പണ്ഡിതനാണ്. ഒരു കല്യാണ വീടാവട്ടെ, ഒരു മരണ വീടാവട്ടെ, ഒരു സൽക്കാര വീടാവട്ടെ, ഒരു മൗലിദിന്റെ സദസ്സാവട്ടെ, റാത്തീബിന്റെ സദസ്സുകളാവട്ടെ, വീടിന്റെ ഉദ്ഘാടനങ്ങളാവട്ടെ, ഒരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രമ്യപ്പെടുത്തുന്ന സദസ്സുകളാവട്ടെ, ഏത് സദസ്സിലും മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തിരുന്ന നല്ല ഒരു പണ്ഡിതനായിരുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. പാലയോടുള്ള സമുദായ സഹോദര സമുദായ അംഗങ്ങൾ വരെ പ്രിയപ്പെട്ടവരെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത എന്നറിഞ്ഞപ്പോ അവിടെ തടിച്ചുകൂടിയ ഓരോ ആളുകളിൽ നിന്നോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പലരെയും കണ്ടു. അതിൽ അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, ഉമ്മമാരുണ്ട്, പാപ്പമാരുണ്ട്, അച്ഛന്മാരുണ്ട്, ചേട്ടന്മാരുണ്ട്. അവരൊക്കെ കരച്ചത് തന്നെ. എന്തേ അവരെല്ലാവരും പറഞ്ഞത്? കരീം ഉസ്താദിന്റെ വേർപാട് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നാണ്. എല്ലാവരെയും ചെറിയ ജീവിതത്തിനിടയിൽ ചേർത്ത് പിടിച്ചു. ഇത്ര പെട്ടെന്ന് മഹാനുഭാവൻ വിട പറയുമെന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല. ഇടയ്ക്കിടെ എന്റെ വന്യരായ ശൈഖുനയുടെ അരികിൽ വരുന്നവരായിരുന്നു. നാലാങ്കേരിയിലുള്ളപ്പോൾ നാലാങ്കേരിയില് വെളിയമ്പ്രയിലായ നേരത്ത് വെളിയമ്പ്രയില് ആ പ്രിയപ്പെട്ട കരീം ബാക്കവി ഉസ്താദിന്റെ വേർപാടിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം വരെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട ശൈഖുനയുടെ അരികിൽ കരീം ഉസ്താദ് വന്നിരുന്നു. വേർപാട് കണ്ടറിഞ്ഞതുപോലെ പ്രിയപ്പെട്ട ഗുരുവര്യരുടെ അരികിൽ വന്ന് ദുആ ചെയ്യണേ എന്ന് പിരിഞ്ഞു പോയവരായിരുന്നു. അന്ന് ഹോസ്പിറ്റലിലേക്ക് നെഞ്ചുവേദന വന്നിട്ട് കൊണ്ടുപോകുന്നതിനിടയിലും ഫോൺ എടുത്തിട്ട് പ്രിയപ്പെട്ട എന്റെ ഗുരുവര്യരെ വിളിച്ചിട്ട് പ്രിയപ്പെട്ട ശൈഖുനയോട് ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ, ഇതെന്റെ യാത്രയുടെ അവസാനമാകുമോ എന്നറിയില്ല എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. പഠിച്ചവനെ, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയില് തന്റെ പ്രിയപ്പെട്ട പ്രിയ സഖിയെ വിളിച്ചിട്ട്, മലപ്പുറം രാമപുരത്തുള്ള വീട്ടിലുള്ള പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ട്, പ്രിയപ്പെട്ട ഭാര്യ, ഇതാ ഞാൻ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയാണ്. ഒരുപക്ഷേ ഇത് ഞാൻ നിന്നെ വിളിക്കുന്ന അവസാനത്തെ കാളായിരിക്കാം. ഒരുപക്ഷേ എന്റെ മരണമെങ്ങാനും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീയോ എന്റെ മക്കളോ ശബ്ദമിട്ട് അലറരുത്, ഒച്ചയുണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്, നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണമെന്ന് കാലക്കൂട്ടി കണ്ടറിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയ സഖിയെയും മക്കളെയും സമാധാനിപ്പിച്ച കരീം ഉസ്താദ് ആ പ്രഗൽഭനായ പണ്ഡിതന്റെ വേർപാട് താങ്ങാൻ കഴിയാത്തതാണ്. പഠിച്ചവനെ, രാമപുരത്തുള്ള മസ്ജിദിന്റെ ഓരത്ത് 6 അടി മണ്ണിൽ കഴിയുന്ന പ്രിയപ്പെട്ട കരീം ബാക്കവി ഉസ്താദിന്റെ ഖബർ വെളിച്ചമാക്കണേ അല്ലാഹ്, സ്വർഗം കൊടുക്കണം അല്ലാഹ്, പൊരുത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്.